നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സിനിമാ വിശേഷമായിട്ടാണ്. ഇന്നലെ ഒരു സിനിമ റിലീസായിട്ടുണ്ട് മലയാളത്തില്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. പടത്തിന്റെ പേരാണ്. പടം പേര് പോലെ തന്നെ ഒരു മരണത്തിലൂടെ പോകുന്ന സ്റ്റോറിയാണ്. എനിക്കിതിൽ ഡബിൾ സന്തോഷം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എസ് വിപിൻ. പ്രൊഡ്യൂസർ നമ്മുടെ വാഴ ഒക്കെ ചെയ്ത പ്രൊഡക്ഷൻ ഗുരുവാരമ്പിലെ നടയൊക്കെ ചെയ്ത ബിപിൻ ദാസ് ആണ്. എനിക്ക് ഡബിൾ സന്തോഷം എന്ന് പറയാൻ കാരണം ഈ പടത്തിന്റെ ഡയറക്ടർ തൊട്ട് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ജനിച്ച നാൾ തൊട്ട് കണ്ടുവരുന്ന നാട്ടുകാരാണ്. അതുകൊണ്ടാണ് ഡബിൾ സന്തോഷം എന്ന് പറഞ്ഞത്. പിന്നെ ഡയറക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി തോന്നക്കലുകാരനാണ്. പിന്നെ പുള്ളി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് മരണം തന്നെയാണ്. അഞ്ചിനൊന്ന് സഞ്ജയന് ഫസ്റ്റ് പാർട്ട്, 2 പാർട്ട്, സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഒരു പടം നമ്മള് തിയേറ്ററിൽ പോയി കാണുന്നു. നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ പണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പടം സിനിമ തുടങ്ങിയ സമയം തൊട്ട് തന്നെ നമുക്ക് ഏകദേശം ലൊക്കേഷൻസ് എല്ലാം ഒരു പടത്തിൽ ഒരു ലൊക്കേഷൻ ആയിരിക്കത്തില്ല. പക്ഷെ ഈ പടം 2 മണിക്കൂർ നമ്മളെ കൊണ്ട് എത്തിയേക്കുന്ന ഒരു മരണ വീട്ടിലാണ്. ആ മരണ വീട് നമ്മളും കൂടെ ആ മരണ വീട്ടിൽ നമ്മളും കൂടെ അതിഥിയായിട്ട് എത്തുക. നമ്മളും കൂടെ സഞ്ചയനക്കാട് നമ്മളെ കയ്യിൽ കിട്ടി സഞ്ചയനം വേണമെങ്കിലും കൂടുക മരണ വീട്ടിൽ. അങ്ങനെയാണ് ആ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പടം എന്ത് പറയാ, ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ പടമോ അല്ലെങ്കിൽ വലിയ മാസ് പടമൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ചിരിക്കണം, നിങ്ങൾ ഒരു കുറച്ച് വിഷമങ്ങളിലൊക്കെയാണ്, മനസ്സ് തുറന്ന് നിങ്ങൾക്ക് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. വ്യസന സമേതം ബന്ധുമിത്രാദികൾ നിങ്ങളെ ചിരിപ്പിക്കും. അങ്ങനെ ഒരു പടമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം നമ്മളെ ചിരിപ്പിക്കും, ലാസ്റ്റ് ചിന്തിപ്പിക്കുകയും ചെയ്യും. ഇപ്പം തിരുവനന്തപുരം സെറ്റപ്പാണ് പിടിച്ചിരിക്കുന്നത്. ഞാനിപ്പോ തിരുവനന്തപുരത്തുകാരനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മളെ മറ്റേ സുരാജനം പറയുന്ന തള്ള എന്തരന്നെ എപ്പോ അന്നേണിച്ച് ആ സെറ്റപ്പ് അല്ല. നമ്മളെ ആറ്റിങ്ങല്, വെഞ്ഞാറമൂട്, കിളിമാനൂര്, ഈ മംഗലാപുരം, തോന്നയ്ക്കല് ആ ഭാഗത്തൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. മനസ്സിലായോ? ആ ഒരു സെറ്റപ്പാണ് പിടിച്ചിരിക്കുന്നത്. പടം എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. തിയേറ്ററിൽ പോയി തന്നെ കാണാം. മഴയത്ത് പോയി കണ്ട് ചിരിക്കാൻ പറ്റിയൊരു നല്ല പടം. എന്തായാലും പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. പുതിയ സംവിധാനമാണ്. എല്ലാവരും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാം. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. പിന്നെ ഇതില് അഭിനയിച്ചിരിക്കുന്നവരെ അത് എടുത്തു പറയേണ്ടതാണ്. വലിയ താരങ്ങളൊന്നുമില്ല. സിജു സണ്ണി, അനശ്വര, പിന്നെ നമ്മുടെ ജോമോൻ ചൗധരി നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ. നമ്മളെ മുരിക്കുമ്പുഴക്കാരനാണ്, തോന്നയ്ക്കൽ മുരിക്കുമ്പുഴക്കാരനാണ്. പിന്നെ നമ്മളെ അസീസിക, സജി സബാന. പുള്ളി ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലം തൊട്ടേ ഇപ്പൊ അമ്പലങ്ങളിലെ മിമിക്രി ആയാലും നമ്മളെ പരിസരത്ത് മിമിക്രി ആയാലും പുള്ളിനെയൊക്കെ അന്നോട്ട് കാണുമ്പോഴേ നമ്മളെയൊക്കെ മനസ്സിൽ ചിന്തയുണ്ട്, ഈ പുള്ളി എന്തുകൊണ്ട് നല്ലൊരു ക്യാരക്ടർ സിനിമയിൽ കിട്ടണില്ല. പക്ഷെ വിപിൻ ചേട്ടൻ വേണ്ടി വന്ന് പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടാൻ. പുള്ളി ഈ പടത്തിന്റെ കോ ഡയറക്ടറാണ്. പിന്നെ നമ്മുടെ 16 തൊണ്ണ നമ്മുടെ തോന്നയ്ക്കൽ 16 മൈലിൽ പെട്രോൾ പമ്പിന്റെ അവിടെ ആട്ടോ ഓടിച്ചോണ്ടിരുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളി ഇതിന്റെ പിറകെയായിരുന്നു, രഞ്ജിത്ത്. പുള്ളി താടിക്കാരനാണ്, ഈ പടത്തിലൊരു താടിക്കാരനാണ് പുള്ളി. ഇതിലൊരു ടൂവെട്ടാനായിട്ടൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഈ പടത്തിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സുബിൻ ടാർസൻ, ഒരുപാടുണ്ട്. നമ്മളെ സഞ്ജു ലക്ഷ്മിയില് തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ സീരീസിലൊക്കെ ഉള്ള 2-3 പേരുണ്ട്. പേരെനിക്കറിയത്തില്ല പുള്ളിയുടെ, ഞാൻ അവരെ സീരീസ് കാണാറുണ്ട്. പിന്നെ നമ്മളെ ആരോമലുണ്ട് ഇതിലെ ഐ ആം സൂപ്പർ ഹീറോയിലെ. പിന്നെന്ത് പറയാനാ, ഒരു കൊച്ചു പടം. പണ്ടത്തെ നമ്മുടെ സത്യനന്ദിക്കാട്, പ്രിയദർശൻ, അവരെയൊക്കെ പടം കാണുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പടം കാണുന്നതിന് മുമ്പ് എനിക്കറിയാം ഈ പടം ഷൂട്ടിങ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പടം എല്ലാം അറിയാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒറ്റ ലൊക്കേഷനിൽ അവർ ആ 2 മണിക്കൂർ പടം കൊണ്ടുപോയെന്നാണ്. വേറെ ഒരു ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ. അത് പടത്തിന്റെ കഥയെ ആസ്പദമാക്കി കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുന്നു. പക്ഷെ ആ പടം ത്രൂ ഔട്ട് മരണ വീടാണ്. ഒരു മരണം നടക്കുന്നു, അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ പടത്തില്. പിന്നെ നമ്മുടെ പൊന്മുടി ടീം, ദീപു ചേട്ടനും പിന്നെ കൂടെയുള്ള സുഹൃത്താരെന്ന് അറിയത്തില്ല, കൂടെയുള്ളൊരു ഫ്രണ്ടും, അവരൊരു സംഭവമുണ്ട്. എന്തായാലും നിങ്ങൾ പടം കണ്ടോക്ക്, ഒരു രക്ഷയില്ല. ചിരിക്കാനായിട്ട് 2 മണിക്കൂർ നിങ്ങൾ കളയാണെന്നുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾക്ക് വർത്താണ്. അപ്പം എല്ലാരും ഈ മഴയൊക്കെയാണ് എങ്കിലും ഈ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. വ്യസന സമേതം ബന്ധുമിത്രാദികൾ, നമ്മൾ തോന്നയ്ക്കൽക്കാരുടെ സിനിമ. ഓക്കെ, താങ്ക് യു.